ഇങ്ങനെ. ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കാറിൻ്റെ സൈലൻസർ റിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ സാലറി കയറാറാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടി പണി തരിക എന്നുള്ളത്. അപ്പം ഇത്തവണ ഇത് കാറാണ്, സൈലൻസർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. നേരത്തെ ഒടിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം നിൽക്കത്തില്ല, വെൽഡിൽ നിൽക്കത്തില്ല, സൈലൻസർ മാറ്റേണ്ടി വരുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി സൈലൻസർ മാറ്റാൻ പോകലാണ്. ഇങ്ങനെ സോട്ടോട്ടോ എനിക്ക് അപ്പോൾ നമ്മളിത് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ കാർ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്പൾബർ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടി വേണ്ട ഹൈഡ്രോളിക് ലിഫ്റ്റിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. റിവേഴ്സിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ കയറ്റി അവർ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൈലൻസർ മാറ്റണമെങ്കിൽ വണ്ടി എന്തായാലും ഇങ്ങനെ കളത്തി വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സൈലൻസർ. ഇത് ആക്ച്വലി കോഴിക്കോടുള്ള ഹൈ ക്വാളിറ്റി സൈലൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയും നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുത്തിയതാണ്. അവർ ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലേക്കും അയക്കുന്നുണ്ട്. ഏതെങ്കിലും വർക്ക്ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, സൈലൻസർ അത്യാവശ്യം മൊത്തത്തിൽ തുരുമ്പിച്ച് നശിച്ചിരിക്കുവാണ്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് 1-2 സ്പോട്ടിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടിടത്തായിട്ട് അങ്ങോട്ട് ഒടിഞ്ഞത് 2 വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും അവരത് മാറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ സൈലൻസറിൻ്റെ അവസ്ഥ. മൊത്തത്തിൽ തുരുമ്പിച്ച് നശിച്ചിരിപ്പുണ്ട്. എന്തായാലും അവരത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ സൈലൻസർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ്ലി ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈലൻസറൊക്കെ ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയായിരുന്നു. പക്ഷേ ഇവിടെ മൊത്തം മഴയാണ്, മൊത്തം മഴ. നമ്മൾ മെയിൻ റോഡ് ഭയങ്കര തിരക്കായതുകൊണ്ട് മഴ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എവിടെയും തിരക്ക്, റോഡിലൊക്കെ നല്ലതായിട്ട് വെള്ളം കിടപ്പുണ്ട്. ആക്ച്വലി കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് എപ്പോഴൊക്കെയാണ് മഴ, ആകെ 1-2 മാസം വെയിൽ കാണും, ബാക്കി ഫുൾ ടൈം മഴയായിരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ മഴ പെയ്തതേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. അതേ ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിലെ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് കണ്ടോ, ഉണ്ട് 2 സൈഡിലും കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ മഴ പെയ്തിട്ട്, പക്ഷെ നല്ല ശക്തിയായിട്ടാണ് മഴ പെയ്തത്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, ഫുള്ള് 2 സൈഡിലും വെള്ളം. ഇത് ഷോർട്ട് കട്ട് റോഡാണ്, എന്നാലും ഇത് കണ്ടോ ടാറിട്ട റോഡാണ്, കയറ്റം പോലെ കിടക്കുന്ന റോഡാണ്. എന്നിട്ടാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.